ഐ ബിക്കം എജിറ്റേറ്റഡ്. എഴുതി കഴിഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ക്ഷോഭിക്കും. കാരണം എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇത് ഞാൻ എഴുതേണ്ടിയിരുന്നില്ല, ഇത് ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത്, നന്നായോ ശരിയായോ, ഇത് നന്നായി ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊക്കെ വന്നോ, എനിക്കതൊന്നും വിലയിരുത്താനുള്ള ഒരു കഴിവും ആ സമയത്തില്ല. ടോട്ടലി ഞാൻ ബ്ലാങ്ക് ആയിരിക്കും. പക്ഷെ വൺസ് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ റിലാക്സ്ഡാണ്. പിന്നെ എനിക്കൊന്നും ഒരു പ്രശ്നമല്ല. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മോഡ് ഓഫ് സെൽഫ് എക്സ്പ്രഷൻ ആണോ, ഒരു ആക്ട് ഓഫ് റെബല്യൻ ആണോ, ഏതാണ് ഫോർ യു ആസ് എ റൈറ്റർ? അത് ഒരു പ്രവൃത്തി മാത്രമല്ല. നമ്മളിങ്ങനെ അങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറയാം എനിക്ക് ആക്ടിങ് റെബൽ. ഞാൻ എൻ്റെ ജീവിതത്തെ തിരുത്തി എഴുതാനാണ് ശ്രമിച്ചിട്ടുള്ളത് തുടക്കം മുതൽ. ഇതിനകത്ത് റെബല്യൻ ഉണ്ട്, റിവൾഷൻ ഉണ്ട്, എന്തൊക്കെ ആകാമോ അതൊക്കെ ഉണ്ട്. നിലവിലുള്ള ജീവിതത്തെ ഇങ്ങനെ പുതുക്കി പണിഞ്ഞ് മറ്റൊന്നാക്കി നമ്മൾ ഇമാജിൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഈ യഥാർത്ഥ ലോകത്തിലോ അതൊന്നുമില്ല. അതുകൊണ്ട് ഭാവനയിലെങ്കിലും പൂർത്തിയായ ഒരു വർക്ക് ഏതെങ്കിലും സമയത്ത് ഇതിന്റെ ഏതെങ്കിലും ഒരു ആസ്പെക്ട് റീവർക്ക് പിന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ ഏതാണ്ട് 5 വർഷത്തിന് ശേഷമാണ് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്. അത് സീരിയലൈസ് ചെയ്തതുപോലെയല്ല പ്രസിദ്ധീകരിച്ചത്. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനെ പിന്നെ ഞാൻ തൊടില്ല. അത് ജനിച്ചു കഴിഞ്ഞ കുട്ടിയാണ്, അതങ്ങനെ വളരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എല്ലാ സ്വഭാവ വൈചിത്ര്യങ്ങളോടും പ്രത്യേകതകളോടും അതൊരു രേഖപ്പെടുത്തൽ മാത്രമാണ്. ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഈ കാലത്ത് ഇങ്ങനെ ഒരു പുസ്തകം എഴുതി, അത് കുറച്ച് പേര് വായിക്കുന്നു, കുറച്ച് പേർക്ക് ഇതാവുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ട് ഓക്കെ ഇതായിരുന്നു അക്കാലത്തെ അവരെ അതിലേക്ക് നയിച്ച സാമൂഹിക പരിതസ്ഥിതി എന്ന് തിരിച്ചറിയുന്നു. അത്രയല്ലേ ചെയ്യാൻ പറ്റും, അത്രയല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതിശയിപ്പിച്ച ഹരീഷ് ഉണ്ട്. ഓഫ് കോഴ്സ് ഹരീഷ് നല്ല എഴുത്തുകാരനാണ്. പിന്നെ രാജശ്രീ നല്ല എഴുത്തുകാരിയാണ്. സോണിയ നല്ല എഴുത്തുകാരിയാണ്. പിന്നെ കവിത എഴുതുന്ന ആതിര, മിനി, എത്രയോ പേര്, എല്ലാവരും നല്ല. അല്ല, ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ആരെങ്കിലും വിട്ടുപോയെങ്കിലും പ്രോബ്ലം ഉണ്ട്. അത് പെട്ടെന്ന് അങ്ങനെ വരികയില്ല, ഞാൻ ആലോചിച്ച് ഇല്ലാത്തതുകൊണ്ട്. ഇംഗ്ലീഷ് റീഡേഴ്സിനിടയിലും വളരെ പോപ്പുലർ ആണ് മീര എന്നുള്ളൊരു പേര്. വളരെ എന്ന് പറയാനില്ലെങ്കിലും മറ്റു മലയാളം റൈറ്റേഴ്സിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ വായനക്കാരുണ്ട്. ഞാൻ ആലോചിച്ചിട്ടില്ല. നമ്മൾ മലയാളത്തിൽ എഴുതുന്നതാണ് ഏറ്റവും വലിയ ബലം. കാരണം ഇപ്പം എനിക്ക് 2 ഭാഷയുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഈ ഇംഗ്ലീഷിൽ കാണുന്ന ആളുകളോടൊക്കെ ഒരു ഭാഷ മാത്രമുള്ളവരോട് നമ്മൾ അവരുമായിട്ട് അവരുടെ പുസ്തകങ്ങളായിരിക്കും അവരുടെ പുസ്തകങ്ങളുമായിട്ടായിരിക്കും താരതമ്യം ചെയ്യപ്പെടുന്നത്. ഞാനൊക്കെ വായിച്ചിരിക്കുന്ന ട്രാൻസ്ലേറ്ററാണ്, ഇംഗ്ലീഷിലാണ്. അപ്പം ആസ് എ റൈറ്റർ നിനക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് റീച്ചസ് മോർ റീഡേഴ്സ് ഓഫ് കോഴ്സ്, പക്ഷേ അതിൻ്റെ എസെൻസ് ഓഫ് ഒറിജിനൽ വർക്ക് അത് ലൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ ട്രാൻസ്ലേറ്റഡ് വർക്ക്സിൽ? എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ ഉണ്ടാവാം. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് 100% ഒരു ഭാഷ മറ്റൊരു ഭാഷയിലേക്ക്, പ്രത്യേകിച്ചും ഒരു ദ്രവീഡിയൻ ഭാഷ അല്ലെങ്കിൽ ഒരു മലയാളം പോലൊരു ഭാഷ ഒരു യൂറോപ്യൻ ഭാഷയിലേക്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരു എസൻസും ചോർന്നു പോകാതെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം ഇത് രണ്ടും 2 സാംസ്കാരിക പരിസരവും 2 ജോഗ്രഫിക്കൽ സ്വഭാവമൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും അതിൻ്റെ പ്രകൃതിയും അതിൻ്റെ വാക്കുകളും ആ വാക്കുകളുടെ അതിൻ്റെ നമ്മൾ ഉച്ചരിക്കാൻ ഉപയോഗിക്കുന്ന സ്വന തന്ത്രികൾ വരെ വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ. ചില വാക്കുകൾക്ക് പിന്നെ കൃത്യമായ ഒരു ട്രാൻസ്ലേഷൻ ഇല്ല. ഉദാഹരണത്തിന് ഓരോ പുരുഷനും നിലനിൽക്കുന്നത് ഓരോ അഹന്തയിലാണ് എന്ന് ഞാൻ എഴുതുമ്പോൾ ഈ അഹന്തയ്ക്ക് ഒരു കൃത്യമായ ട്രാൻസ്ലേഷൻ എന്താണ്? ഈഗോ എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷേ ദേവിക അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഈഗോ സ്റ്റിൽട്ട് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ആ തരത്തിലുള്ളൊരു ഒരു അഡീഷൻ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റിംഗ് ചില സ്ഥലത്ത് ആവശ്യമായിട്ട് വരും.
ആരാച്ചാർ എന്ന നോവലിലെ കീ വേർഡ് എന്ന് പറഞ്ഞാൽ അധീശത്വമാണ്. ഈ അധീശത്വം എന്ന് പറയുന്ന വാക്കിൻ്റെ കൃത്യമായൊരു ട്രാൻസ്ലേഷൻ ഇപ്പോഴും അവൈലബിൾ അല്ല. നമ്മൾ ഡോമിനൻസ് എന്ന് പറഞ്ഞാലോ ഹെജിമണി എന്ന് പറഞ്ഞാലോ ഒന്നും അത് ആവുന്നില്ല. ഹെജിമണി ഒന്നും ആവുന്നില്ല. അതിനകത്തൊരു വയലൻസ് ഉൾച്ചേർന്നിട്ടുണ്ട് അധീശത്വം എന്ന് പറയുമ്പോൾ. റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? സമയം, മുറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? എനിക്കിങ്ങനെ കുറച്ചൊരാകാശം കാണണം. അതിരാവിലെ പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നെ നടക്കണം, ഇടയ്ക്ക് മുറിയിലിങ്ങനെ ചുറ്റി നടക്കണം, അങ്ങനെയൊക്കെ കുറച്ച്. കമ്പ്യൂട്ടറിലാണ്. വീട്ടിലിരുന്നാണോ എഴുതുക? അങ്ങനെയൊന്നുമില്ല. എഴുതണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തു പോകണം. എഡിറ്റ് ചെയ്യാൻ ചിലപ്പോഴൊക്കെ വീട്ടിലാണെങ്കിലും പറ്റും, പക്ഷെ എഴുതണമെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകണം. അതും ഒരു ഘട്ടത്തിൽ വലിയ പ്രയാസമാണ്, അല്ലെങ്കിൽ വീട്ടുകാർക്ക് പ്രയാസമാവും. ഈ കടലാസിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. അപ്പൊ എല്ലാ എഴുത്തും വീടിന് പുറത്ത് വെച്ചിട്ട് മിക്കവാറും. ഖബറൊക്കെ ഞാൻ അന്ന് എഴുതിയത്, ഖബർ ഘാതകൻ, എനിക്ക് തോന്നുന്നു അന്ന് കോവിഡ് സമയമായിരുന്നു. അതല്ലായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ വേഗത്തിലും കുറച്ചുകൂടി നന്നായിട്ട് എഴുതാമായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം വീട്ടിലെപ്പോഴും നമ്മുടെ ശ്രദ്ധ ചിതറിപ്പോവും. വീട്ടമ്മ റോളൊന്നും ഇല്ലെങ്കിലും അങ്ങനൊരു അതൊരു വീട്ടിലെ സ്ത്രീയുടെ ജീവിതം എപ്പോഴും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, അവളുടേത് മാത്രമല്ല. അതിന് എഴുത്തുകാരിയാണെങ്കിലും ശരി, പ്രധാനമന്ത്രിയാണെങ്കിലും ശരി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഒരു മൾട്ടി ലെയർ, പിന്നെ ഒരു റിയലിസം ഉണ്ട്, സറിയൽ ഇതുണ്ട്, ഗ്രൗണ്ടഡും ആണ്. പിന്നെ സോ അതെങ്ങനെ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? ഇറ്റ്സ് ലൈക്ക് ആർ യു ഇൻസ്പയർഡ് ബൈ എനി ഓഫ് ദ റൈറ്റേഴ്സ്? എങ്ങനെയാണ്? മാർക്കേസ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ധ്രുവ നക്ഷത്രം എന്ന് പറയാം. പിന്നെ എനിക്കെപ്പോഴും ഈ ലോകത്തെ പറ്റിയുള്ള നിരാശകളും അസംതൃപ്തികളുമാണല്ലോ നമ്മൾ മറ്റൊരു ലോകത്തെപ്പറ്റി, മറ്റൊരു കാലത്തെ, മറ്റൊരു രീതിയിൽ ജീവിതത്തെ ആവിഷ്കരിക്കാനും നമുക്ക് പ്രേരണയാകുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അതുകൊണ്ട് സർറിയൽ, മാജിക്കൽ റിയലിസമൊക്കെ അതിനകത്ത് വരുന്നത്. എന്തോ കുഴപ്പമുണ്ട്, അതാണ് എൻ്റെ കുഴപ്പം എന്താണെന്ന് എന്നോട് തന്നെ ചോദിക്കുന്നതാണ് പ്രശ്നം. വായനയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്കഷൻ നടന്നു. ഇത് ഞാൻ ജനിച്ച കാലം തൊട്ട് കേൾക്കുന്നതാണ്. അന്നത്തെ പ്രായം ചെന്നവരൊക്കെ ഇത് പറയുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അന്നത്തെ ആളുകളൊക്കെ പറയും ചെറുപ്പക്കാർ വായിക്കുന്നില്ല. ഇത് എത്രയോ കാലമായിട്ട്, ജനിച്ച കാലം തൊട്ട് കേൾക്കുന്നു. എല്ലാ കാലത്തും വായിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് പേര് വായിക്കും, ഇഷ്ടമില്ലാത്തവർ വായിക്കില്ല. ചില ആളുകൾ വായിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കാതെയാകും. ചില ആളുകൾ വായിക്കാതിരുന്നിട്ട് പിന്നെ ഒരു ഘട്ടം മുതൽ നല്ല വായനക്കാരാകും. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈം ഫ്രെയിം അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ മുമ്പ് പറഞ്ഞ പോലെയാണെങ്കിൽ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ കൂടുതലും യൂത്താണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നു, അപ്പൊ അത് ഏതെങ്കിലും തരത്തിൽ പുതിയ ജനറേഷനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? അത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു വലിയ പ്രയോജനം. കുറച്ച് പേര് വായനയിലേക്ക് വരാതിരിക്കില്ലല്ലോ. എന്തായാലും വായിക്കാത്ത ചിലർ ഇതിലെന്താണ് അറിയേണ്ടത് ഉള്ളതെന്നുള്ളതിൽ താല്പര്യം കാണിക്കാതിരിക്കില്ല. എന്തു തന്നെ ആയാലും ഞാൻ വിചാരിക്കുന്നത് ഈ ഫെസ്റ്റിവലുകൾക്ക് എത്തുന്ന ചെറുപ്പക്കാർ, അവർക്ക് വേറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ചിലപ്പോൾ വോളണ്ടിയേഴ്സായിട്ട് പിന്നെ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റുഡൻസും അങ്ങനെയുള്ള പിള്ളേരുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു ട്രെയിനിങ്ങും കൂടെ കിട്ടുന്നുണ്ട്. അതായത് കാര്യങ്ങൾ, ഇതിൻ്റെ ലോജിസ്റ്റിക്സ്, ഇതിൻ്റെ ഗസ്റ്റുകളെ കൊണ്ടുവരുന്നത്, സെഷനുകൾ അറേഞ്ച് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു സ്കില്ല് കിട്ടുന്നുണ്ട്. ഇത്രയും ആളുകളോട് ഇടപഴകാനുള്ള സ്കില്ല് കിട്ടുന്നുണ്ട്. അതൊന്നും നമ്മുടെ കാലത്തുണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ അന്നേട്ടത്തല്ലേ പറഞ്ഞത്, എൻ്റെ കാലത്ത് ഉണ്ടായിരുന്നിട്ടുണ്ടോ? എല്ലാ റീഡിങ്ങും സീരിയസ് ആണ്.
നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് പഴഞ്ചൻ ഔട്ട്ഡേറ്റഡ് സങ്കല്പങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് മഹത്തായ സാഹിത്യം, മഹത്തായ വായന, ഗൗരവമേറിയ വായന, ആഴമേറിയ വായന. ഈ ആഴമേറിയ വായന എന്ന് പറഞ്ഞു നടക്കുന്നവരുടെയൊക്കെ ജീവിതം വളരെ ഷാലോ ആണ്. അത് അവർ ജീവിതം കണ്ടിട്ടേ ഇല്ല. അവർ പല ആളുകളും ആഴമേറിയ വായനയും കൊണ്ട് വന്നിട്ട് അവർ സംസാരിക്കുന്നത് അവരുടെ പ്രിവിലേജും അവരുടെ മനസ്സിലെ ഈ എന്തൊക്കെയാണോ ജനാധിപത്യത്തിന് വിരുദ്ധമായത് അതൊക്കെയും പുറത്തു വരുന്നത് കാണുമ്പോൾ വായന കൊണ്ടൊരു പ്രയോജനം ഇല്ലാന്ന് തോന്നുന്നു. നമ്മുടെ മുകുന്ദനെ മാതിരിയുള്ള റൈറ്റേഴ്സൊക്കെ ഒരുപാട് എഴുത്തിൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. താങ്കൾക്ക് എപ്പോഴെങ്കിലും ആ ഒരു പുതിയൊരു സങ്കേതം പരീക്ഷിക്കണം അങ്ങനെയൊക്കെ തോന്നാറുണ്ട്? പുതിയൊരു സങ്കേതം എന്ന് വെച്ചാൽ ഇപ്പോൾ മുകുന്ദൻ നിങ്ങൾ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് എഴുതുന്നു. മുകുന്ദന്റെ എന്താ പഴയകാല ഒരു രീതിയിലുള്ള ഒരു നൊസ്റ്റാൾജിക് ലൈനിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വർക്കൊക്കെ നോക്കി വളരെ ലൈറ്റ് റീഡിങ്ങിനുള്ള ഇത് വരുന്നു. അങ്ങനെ ഒരു എഴുത്തിലൊരു സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തുക, എഴുത്തിനൊരു കനമില്ലാതാക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ തോന്നാറുണ്ടോ? എൻ്റെ പുസ്തകം വായിച്ചു നോക്കിയിട്ട് ഏതാണ് മറ്റൊന്നിനെ ആവർത്തിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു തരൂ. ഞാൻ ആവർത്തിക്കുന്നല്ല പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ ആവർത്തനവും ഈ ഇതും എപ്പോഴും ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോന്നും എഴുതുന്നത്. മനസ്സിലായില്ലേ? കഴിഞ്ഞ ഒരു പുസ്തകം പോലെ ഇനിയൊരു പുസ്തകം പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതെങ്കിലും ഒരു വർക്ക് സിനിമ അല്ലെങ്കിൽ സീരീസ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഡിസ്കഷൻ അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. പിന്നെ സിനിമക്കാർക്കൊന്നും അങ്ങനെ എന്നെ അത്ര ഇഷ്ടപ്പെടാറില്ല. സോഷ്യൽ മീഡിയയുടെ അതേ അവസ്ഥയാണ്. യൂത്ത് ലീഗും കോൺഗ്രസും യുവമോർച്ചയും പിന്നെ സിനിമാക്കാരും ഒക്കെ നമ്മളെ ഡിസ്കഷനിൽ വന്നിട്ട് കുറേ അത് ഇങ്ങനെ സിനിമകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരികയും സംസാരിക്കുകയും പിന്നെ പലപ്പോഴും അതിൻ്റെ സ്ക്രിപ്റ്റ് വരെയൊക്കെയുള്ള ഘട്ടങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. പല കാരണങ്ങളാൽ നടന്നില്ല. പിന്നെ അതിന് ഒരുപാട് ഊർജവും സമയവും ആവശ്യമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ ഒരു ലോകം, ഒരു കാലം സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. നല്ല ബോൾഡായിട്ടുള്ള വനിതാ പ്രൊഡ്യൂസേഴ്സ് വരുന്നു, വനിതാ സംവിധായകർ വരുന്നു. അപ്പോൾ ചിലപ്പോൾ എൻ്റെ കഥകളൊക്കെ എനിക്ക് സ്ത്രീകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പുരുഷന്മാരുടെ വർക്ക് ചെയ്യാൻ പറ്റില്ല പറ്റുമായിരിക്കും എന്ന് പറഞ്ഞത് അവർക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വേണമെങ്കിൽ. ബേസിക്കലി സ്ത്രീയെ മനസ്സിലാക്കാൻ സ്ത്രീക്കേ സാധിക്കൂ എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അല്ല, ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ മറ്റൊരു വ്യക്തിക്കേ പറ്റൂ. അതാണ് ശരി. സ്ത്രീ പുരുഷൻ എന്നുള്ളതല്ല. സ്ത്രീ പുരുഷൻ എന്നൊക്കെയുള്ള ഇതെല്ലാം അഴിച്ചു വെച്ചിട്ട് നമ്മൾ രണ്ട് വ്യക്തികളായി, രണ്ട് മനുഷ്യജീവികളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കാം. അല്ലാതെ സ്ത്രീയായിട്ട് വേറൊരു സ്ത്രീയെ മനസ്സിലാക്കണമെങ്കിൽ അവർ രണ്ടുപേരും മറ്റേ അടിമത്തത്തിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെയോ ഒരു ഇത് പങ്കിടേണ്ടി വരും. ഞാൻ ചോദിക്കാൻ കാരണം ഒരു ഏറ്റവും നല്ല സ്ത്രീ കഥാപാത്രങ്ങളെ എഴുതിയിട്ടുള്ളത് പുരുഷന്മാരാണ് ചിലപ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിൽ ശരിയുണ്ട്. ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതല്ല ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതും ചോദിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പരിശോധിച്ച് നോക്കിയിട്ടാണ് ചോദിക്കുന്നത്. അല്ല, എന്നാലും അവർ പറഞ്ഞത് വായിച്ചു നോക്കാമല്ലോ. അതുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് എഴുത്തുകാർക്ക് സ്ത്രീ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ ഉദാഹരണം പറയും. ഏത് കഥകൾ എടുത്താലും ഉറൂബിന്റെ പുസ്തകങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പുരുഷന്മാരുടെ ഒരു മയോപ്പിക് വ്യൂ അതിലുണ്ട്. കാരണം അവർ കാണാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയെയാണ് അവരെപ്പോഴും കാണുന്നത്. അവർ കണ്ടുകൊണ്ടിരുന്നത്, അവർ കാണുന്ന മറ്റേ സുൽപിയിലിടം പറയുന്നത് പോലെ നിങ്ങൾ കാണുന്ന ഞാനല്ല എന്നെ കാണുന്ന നിങ്ങൾ എന്നും എനിക്ക് ആ വരി ഓർമ്മയില്ല. പക്ഷെ ആ ഒരു സംഗതി അതിലുണ്ട്. അതായത് അവർ കാണാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹ വ്യവസ്ഥയിൽ, ഒരു വ്യവസ്ഥിതിയിൽ അതിനപ്പുറത്തുള്ളൊരു റിയലായിട്ടുള്ളൊരു മുഖം,
അന്നത്തെ സ്ത്രീകളായ വ്യക്തികൾക്ക് ഒരുപക്ഷെ പുറത്ത് കാണിക്കാനുള്ള ധൈര്യമോ അവസരമോ കിട്ടിക്കാണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കറിയാവുന്ന എപ്പോഴെങ്കിലും പുറത്ത് കാണുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ആനയുടെ തുമ്പിക്കൈയോ അല്ലെങ്കിൽ വാലോ കണ്ടിട്ട് ആനയെ കണ്ടു എന്ന് പറയുന്നത് പോലെയുള്ളൂ. ഒരു പൂർണ്ണമായും ഒരു സ്ത്രീയെ മനസ്സിലാക്കിയാൽ പുരുഷനത് താങ്ങാൻ പറ്റില്ല എന്നുള്ളത് പൂർണ്ണമായും സ്ത്രീയോ, എൻ്റെ പോയിന്റ് സിതാരക്ക് മനസ്സിലായില്ല. കാരണം പൂർണ്ണമായിട്ടൊരു സ്ത്രീയോ പുരുഷനോ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയോ എന്നുള്ളതല്ല നമ്മൾ ശരിക്കും സാഹിത്യത്തിൽ ആപേക്ഷികമാകുന്നത്, ബാധകമാകുന്നത്. ഒരു മനുഷ്യ വ്യക്തിയെ ആ ആളിൻ്റെ ജീവിത പരിസരത്ത്, ആ ആളിൻ്റെ എന്താണ് ആ കാലത്ത് ആ പ്രത്യേക പ്രകൃതിയിലും ജീവിത രീതിയിലും ഭാഷയിലുമൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത്. ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പുരുഷന് മറ്റു പുരുഷന് മനസ്സിലായിട്ടുണ്ടോ? ഇത്രയും പുരുഷന്മാർ എഴുതിയിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത് ആരും പുരുഷന്മാരുടെ ഒരു പുരുഷ ജീവിതത്തിൻ്റെ, ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തികളുടെ അല്ല, പൗരുഷം എന്നൊരു കോൺസെപ്റ്റിൻ്റെ തന്നെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കുറച്ച് രഹസ്യങ്ങൾ ഭാര്യയോട് പറയാം, കുറച്ച് രഹസ്യങ്ങൾ മക്കളോട് പറയാം, കുറച്ച് രഹസ്യങ്ങൾ സുഹൃത്തുക്കളോട് പറയാം. അങ്ങനെയാണ് ഈ പരസ്പരം ആരും തമ്മിൽ ഈ രഹസ്യങ്ങളോ പങ്കുവയ്ക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവരുടെ ജീവിതം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ മനുഷ്യ വ്യക്തികളായിട്ട് നമുക്കെങ്ങനെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഇതെന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല? അവിടെയാണ് നമ്മൾ സ്ത്രീയുടെ അനുഭവം, സ്ത്രീയുടെ ആഹ്ലാദം, സ്ത്രീ നേരിടുന്ന പ്രിവിലേജ് ഇല്ലായ്മ, സ്ത്രീ നേരിടുന്ന തുല്യതയില്ലായ്മ ഒക്കെ വീണ്ടും ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരുന്നത്. അപ്പോഴാണ് സിതാര ചോദിക്കുന്നത്, ഒരു സ്ത്രീ ആയിരിക്കുന്നത് അത്ര വലിയ കഷ്ടപ്പിടിച്ച കാര്യമാണോ? ആ ചോദ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മളെല്ലാം സ്വാനുഭവങ്ങളിൽ നിന്നാണല്ലോ ഇതൊക്കെ എത്തുന്നത്. ആ ഒരു അനുഭവം തന്നെ കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത, കൂടുതൽ വിമോചനം ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീ, ഒരു വ്യക്തി ആരുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്വന്തം ഓൺ ടേംസിൽ ജീവിക്കുന്ന സ്ത്രീകളില്ല എന്നാണ്ടാവും. അല്ല, സ്ത്രീകളുണ്ട് ഇഷ്ടം പോലെ. ഓൺ ടേംസിൽ ജീവിക്കുന്ന സ്ത്രീകളുണ്ട് ഉറപ്പായിട്ടും. പക്ഷെ അത് തന്നെയാണോ അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മാക്സിമം അൾട്ടിമേറ്റ് ലിബറേഷൻ എന്ന് ചോദിച്ചാൽ എപ്പോഴും സ്വാതന്ത്ര്യത്തിന് കുറച്ചുകൂടെ അവസരങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കില്ലേ? പക്ഷെ അതേ ചോദ്യം ആണുങ്ങളോട് ചോദിച്ചാലും അവരും ഫുള്ളി ഫ്രീഡത്തിലാണോ ജീവിക്കുന്നത്? നമ്മളെന്തിനാ ആണുങ്ങളോട് ചോദിക്കുന്നത്? അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു, തോന്നിയതുപോലെ. അത്രയ്ക്ക് സുഖകരമാണോ ആണുങ്ങളുടെ ജീവിതവും? എല്ലാവർക്കും അവരുടേതായ, രണ്ട് ജെൻഡറിനും അവരുടേതായ പ്രശ്നങ്ങളും സ്വാതന്ത്ര്യങ്ങളും സ്വാതന്ത്ര്യം ഇല്ലായ്മയും ഒക്കെ ഫേസ് ചെയ്യുന്നവരല്ലേ? ആർക്കാണ്? സൊസൈറ്റിയുടെ പ്രിവിലേജ് ആണുങ്ങൾക്കാണ് കൂടുതൽ. അതെ, മെജോറിറ്റി. അതില്ലാന്ന് സംഭവിച്ചല്ലോ സ്ത്രീക്ക്. അപ്പൊ തന്നെ അവിടെ തുല്യത ഇല്ലായ്മ വന്നില്ലേ?